നമ്മൾ മന്ത്രിമാരായാലും പിന്നെ MLA-മാരായാലും മെമ്പർമാരായാലും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മന്ത്രിമാരായും MLA-മാരായും പിന്നെ മെമ്പർമാരായി വരുന്ന ആൾക്കാർ, ആ സ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്കാരും ഒന്ന് ചിന്തിച്ചാൽ മതി. ഞങ്ങൾ ഈ സ്ഥാനത്തേക്ക് എത്തിയത് ജനങ്ങളാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്, ജനങ്ങളാണ് ഈ കസാല തന്നതും എന്നില്ല ഒറ്റ ഓർമ്മ. അത് നമ്മൾ 1 കൊല്ലം ഭരിക്കണിച്ചാലും 2 കൊല്ലം ഭരിക്കണിച്ചാലും അല്ല 5 കൊല്ലത്തേക്കാണെങ്കിലും അത് നമ്മൾ മറക്കരുത്. പിണറായിയുടെ ഭരണം പോലെ ആവരുത് കോൺഗ്രസിൻ്റെ ഭരണം. പിണറായിനോട് ഒന്ന് ചോദിക്കാനും പറ്റില്ല, ഒന്നും പറയാനും പറ്റില്ല. പോണവരോടൊക്കെ പിന്നെ കിടക്ക് പുറത്ത്, വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ നീ നിൻ്റെ പണി നോക്ക്, നിങ്ങളാരാ എന്നില്ല ഒരു ചോദ്യം. അങ്ങനെയുള്ളൊരു ചോദ്യം നമ്മളെ പാർട്ടിയിൽ ഉണ്ടാകാൻ പാടില്ല. പിന്നെ രണ്ടാമത്, വരുന്ന ആൾക്കാരാരായാലും നമുക്ക് കഴിയണത് പറ്റുന്നത് നമുക്ക് സർക്കാരിൽ നിന്നും കേന്ദ്രത്തിൽ നിന്നും നമുക്ക് എന്ത് സഹായം ചെയ്യാൻ കിട്ടണോ ആ സഹായങ്ങൾ എല്ലാ ജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കുക. പ്രത്യേകിച്ചിട്ട് നമുക്ക് ഇല്ലാത്തത് ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്ക് വീടും കൂടും ഇല്ലാത്തത് ഒരുപാട് ജനങ്ങളുണ്ട്. ഈ 10 വർഷത്തിൽ നിന്നിട്ട് ഒരുപാട് ജനങ്ങൾ കണ്ണീര് കുടിക്കുന്ന ജനങ്ങളുണ്ട്. കണ്ണീര് ഒലിപ്പിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിൽ പോയിട്ട് കാല് പിടിച്ച ചരിത്രങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഗതിയിലേക്ക് വരാതിരിക്കുക. അതേപോലെ തന്നെ നമ്മളെ മുന്നിൽ വന്നിട്ട് ഒരാൾ സമരം ചെയ്ത് നമ്മളെ മുന്നിൽ മുട്ടുകുത്തി മടക്കി നിൽക്കാനോ, പുല്ല് തിന്നാനോ, പുല്ല് തിന്നാനോ, വേസ്റ്റ് സാധനങ്ങൾ തിന്നാനോ, അല്ലെങ്കിൽ പട്ടിണി കിടന്നിട്ടും വെള്ളം കുടിക്കാതെ മരണപ്പെടാനോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് കിടക്കാനുള്ളൊരു യോഗോ നമ്മളെ ജനങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിനുള്ള ഞാനിത് പ്രത്യേകിച്ചിട്ട് മുഖ്യമന്ത്രിമാരാവുന്നവരോടാണ് ഞാനിത് പറയുന്നത്, ഞാൻ ഈ പറയുന്നത് കൂടി. അതുകൊണ്ട് അങ്ങനത്തെ ഒരവസ്ഥ നമ്മളെ ജനങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരാൾ വന്ന് നമ്മൾക്ക് വേണ്ടിയിട്ട് സഹായം ചോദിച്ചു വരുമ്പോൾ അതും നമ്മളൊരു സമരത്തിലേക്ക് എത്തിക്കാതെ, കഴിയുന്നതും ഒരു സമരത്തിലേക്ക് എത്തിക്കാതെ, ജനങ്ങളുടെ വാക്കുകൾ കേൾക്കാനും തയ്യാറുള്ളൊരു മുഖ്യമന്ത്രിയും ഒരു MLA ആയിരിക്കണം എന്നാണ് ജനങ്ങൾ വിചാരിച്ച് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ ജനങ്ങൾക്കൊപ്പം, അവരുടെ കഷ്ടപ്പാടുകൾക്കൊപ്പം MLA ആയാലും മുഖ്യമന്ത്രി ആയാലും നിൽക്കണം. എനിക്ക് പറയാനുള്ളത് അതാണ്. കാരണം ഈ 10 വർഷത്തിൽ നിന്നിട്ട് നമുക്ക് എന്തൊക്കെ പുരോഗമനങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമ്മൾ ഈ പാർട്ടിയിൽ ഇപ്പോൾ ജയിച്ച പാർട്ടിക്കാർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനും മുഴുത്തൊരു കോൺഗ്രസ്സുകാരത്തിയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് ഞാനത് പറയണത്. ഞാനിവിടെ വന്നിട്ട് ആര്യമ്പാവിൽ 11-ാം വാർഡിൽ വന്നിട്ട് 22 വർഷം കഴിഞ്ഞു. എനിക്ക് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിട്ട് ഒരു വീടായിട്ടോ, ഇല്ലെങ്കിൽ ഒരു കിണറായിട്ടോ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായങ്ങളായിട്ടോ എനിക്ക് ഈ 22 വർഷമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ആകെപ്പാടെ കിട്ടുന്നത് പെൻഷൻ പൈസയാണ്. അത് മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ സർക്കാരിൽ നിന്നിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 11-ാം വാർഡിൽ ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്ക് 11-ാം വാർഡിൽ വീടില്ലാതെയും ഞങ്ങൾക്ക് നടക്കാൻ വഴിയില്ലാതെയും കുടിക്കാൻ വെള്ളം ഇല്ലാതെയും ഈ 11-ാം വാർഡിൽ ഇരിക്കുന്ന ജനങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന മുരളിയേട്ടന് ഇപ്പോൾ ജനങ്ങൾക്ക് വെള്ളങ്ങൾ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ വെള്ളങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് വലിയ ഉപകാരം തന്നെയാണ്. ഈ ഇത്രയും പൊരിഞ്ഞ ചൂട് സമയത്ത് വെള്ളമില്ലാതെ വരുന്നതും വെള്ളമില്ലാത്തതും കൊണ്ടും ആ വെള്ളങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് വളരെ ഉപകാരമാണ്. അതുകൊണ്ട് വെള്ളമില്ല ആൾക്കാർ കഴിയുന്നതും അടുത്തുള്ള ആൾക്കാർക്ക് വെള്ളം കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇവിടെ എനിക്ക് കിണറിൽ വെള്ളമില്ല. ഞാനിവിടെ 2 വീട്ടുകാർക്ക് വെള്ളം കൊടുക്കുന്നതാണ്. ഇപ്പോൾ
ഞങ്ങൾക്ക് 2 വീട്ടുകാർക്കും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. ഒരു നേരം മോട്ടർ ഇട്ടാൽ രണ്ടാമത്തെ ദിവസം ഒരാൾ ഇടും, മൂന്നാമത്തെ ദിവസം ഒരാളിടും. അങ്ങനെയാണ് ഇല്ല വെള്ളം കൊണ്ടാണ് ഞാൻ സംഘടിപ്പിച്ച് പോണത്. അതുകൊണ്ട് എല്ലാ ജനങ്ങളോടും നമ്മൾ മുഖ്യമന്ത്രിയായി വരുന്നവരോടും MLA-മാരോടും മെമ്പർമാരോടും ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആരെയും കുറ്റപ്പെടുത്തിയിട്ടല്ല പറയുന്നത്. ജനങ്ങളാണ് നമുക്ക് വോട്ട് തന്നത്, അത് മറക്കരുത്. ജനങ്ങൾ വോട്ട് തന്നു, നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. ആ വിജയം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി തന്നെ പിന്നെ മുന്നോട്ട് പോകണം. ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ മുന്നേറണം, ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരണം. അടുത്ത ഇലക്ഷൻ തെരഞ്ഞെടുപ്പിലും നമുക്ക് വിജയമായി വരണമെങ്കിൽ, ഈ പ്രാവശ്യത്തെ വിജയം നമുക്ക് കൈവന്നെങ്കിൽ അടുത്ത വിജയവും നമുക്ക് കൈവരുള്ളൂ. അത് നിങ്ങൾ വിട്ടുകളയാതെ സൂക്ഷിക്കുക. ജനങ്ങൾക്ക് വേണ്ടി മുൻകൈയിട്ട് മുന്നോട്ട് ഇറങ്ങി വരിക നമ്മളെ സഖാക്കളെ.